മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം തേടി സോണിയാഗാന്ധി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടാണ് അഭിപ്രായം ആരാഞ്ഞത്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാട് ലീഗ് ആവർത്തിച്ചു. ജനവികാരം മാനിക്കണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ സോണിയാഗാന്ധിയെ അറിയിച്ചു. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശാന്തകുമാർ. സേതു, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗിനോട് വീണ്ടും അഭിപ്രായം തേടിയിരിക്കുന്നത്. അതായത് ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നതിൽ കടുത്ത അസംതൃപ്തി, അതൃപ്തി എല്ലാം മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതു അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയതാണ്. അതിനിടയിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായും മറ്റ് നേതാക്കൾ, കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായും എല്ലാം ചർച്ചയും നടന്നിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സോണിയാഗാന്ധി സാദിഖ് അലി തങ്ങളെയും വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചിരിക്കുന്നത്. അതായത് പൊതുവികാരം ഏതു വിധത്തിൽ ആണ് എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നേരത്തെ മുസ്ലിം ലീഗ് എടുത്ത അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ വീണ്ടും പാണക്കാട് സാദിഖ് അലി തങ്ങൾ വീണ്ടും സോണിയാഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് ജനവികാരം മാനിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ നേരത്തെ തന്നെ ഇക്കാര്യം AIC നിരീക്ഷകരെ അറിയിച്ചതാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ആ അഭിപ്രായം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി വിളിച്ചപ്പോഴും അത് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു വ്യത്യാസവുമില്ലാതെ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാതെ ആ വി.ഡി. സതീശന്റെ ഒപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അത് വൈകരുത് എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. കാരണം അതിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി തന്നെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെയും സോണിയാഗാന്ധിയെയും മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു വലിയ തോതിലുള്ള അതായത് ശാന്തകുമാർ, ഘടകകക്ഷികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം ഇപ്പം കഴിഞ്ഞ ദിവസം ശാന്തകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. MM ഹസൻ അടക്കമുള്ള നേതാക്കളൊക്കെ പറഞ്ഞത് ഇതിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസിന്റെ മാത്രം അവകാശമാണ് എന്നുള്ളൊരു നിലപാട് അദ്ദേഹം പറയുകയും അദ്ദേഹത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുത്തി അങ്ങനെയല്ല, ഈ മുസ്ലിം ലീഗിന് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചില്ലെങ്കിലും സോണിയാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുകയും പാണക്കാട് കുടുംബത്തിന്റെ അടക്കം അവരുടെ നിലപാട് ഒരിക്കൽ കൂടി ആരായുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്ര കണ്ട് ആ ശബ്ദത്തിനും അവർ പ്രാധാന്യം കൊടുക്കുന്നു, അക്കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായും അത് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം, മുസ്ലിം ലീഗിന്റെ സ്വാധീനം, അവരുടെ സംഘടനാ മികവ് എല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായി അറിയാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചു വന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത്. അതോടുകൂടി തന്നെ AIC നേതാക്കൾക്ക്, ഈ നേതൃത്വത്തിന്, സോണിയാഗാന്ധിക്കായാലും അത് രാഹുൽ ഗാന്ധിക്കായാലും പ്രിയങ്ക ഗാന്ധിക്കായാലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് തന്നെ. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവരിൽ നിന്ന് അഭിപ്രായം ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളെയും അധികം വൈകാതെ തന്നെ ബന്ധപ്പെടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെ സാദിഖ് അലി തങ്ങളെ നേരിട്ട് സോണിയാഗാന്ധി തന്നെ വിളിച്ച് ഇക്കാര്യം അഭിപ്രായം തേടുകയും നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആ ഉറച്ചു നിൽക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനവികാരം മാനിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ സോണിയാഗാന്ധിയും അറിയിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തൊട്ടാകെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മുന്നണി, ആ മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വൈകുന്നത്, പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന എതിർപ്പ്, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തണമെന്ന് തന്നെയാണ് UDF നേതൃത്വവും പറയുന്നത്. അത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവിനെ തന്നെ നേരിട്ട് വിളിച്ച് സോണിയാഗാന്ധി ഇക്കാര്യം പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗിനുമുള്ളത്. ഓക്കെ ശാന്തകുമാർ, എല്ലാവരും ആ ഒരു രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം മുസ്ലിം ലീഗിന്റെ അഭിപ്രായമൊക്കെ സോണിയാഗാന്ധി ആരാഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ലീഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ പ്രഖ്യാപനങ്ങളൊക്കെ നീളുന്നതിന്റെ ഇടയിൽ തന്നെ ലീഗിന്റെ അടിയന്തര യോഗവും ഇന്ന് ചേരുന്നേ.